നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നമുക്ക് ജീവിക്കാൻ ഒരേ ഒരു ഭൂമി മാത്രമേ ഉള്ളൂ. അതാകട്ടെ വരാൻ ഇനി ദുരന്തങ്ങളൊന്നും ബാക്കിയില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. വന്ന ദുരന്തങ്ങളൊന്നുമല്ല, അതായത് ഇനി അനുഭവിക്കാനും പലതരത്തിലുള്ള ദുരന്തങ്ങൾ കിടക്കുന്നു എന്ന് സാരം. നമ്മുടെ ഈ ഭൂമിയെ വന്നിടിക്കാനായി തയ്യാറെടുത്തിരിക്കുകയാണ് ഒരു ചിഹ്നഗ്രഹം. പേരിൽ മാത്രമേ ഉള്ളൂ ഈ ചെറുത് എന്നത്. വരുകയോ ഒന്ന് ഉരസുകയോ ചെയ്താൽ ഭൂമി തവിടുപൊടിയാകുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഇനി വെറും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ചിഹ്നഗ്രഹം ഭൂമിയിൽ വന്ന് പതിക്കാൻ. മനുഷ്യരാശി നേരിടുന്ന യഥാർത്ഥ ഭീഷണിയാണ് വലിയ ചിഹ്നഗ്രഹങ്ങളുമായുള്ള കൂട്ടിയിടിയെന്ന് ISRO മേധാവി S സോമനാഥൻ പറഞ്ഞിട്ട് അധിക നാളുകളായിട്ടില്ല. ഭൂമിയെ ലക്ഷ്യം വെച്ചു വരുന്ന അതിഭീമൻ ചിഹ്നഗ്രഹമായ 2024 ഓൺ ഭൂമിക്കരികിലേക്ക് എന്ന മുന്നറിയിപ്പുമായി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ കഴിഞ്ഞ ദിവസമാണ് രംഗത്ത് വന്നത്. സെപ്റ്റംബർ 15, അതായത് നാളെ ഇത് ഭൂമിക്ക് അടുത്തുകൂടി പോകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിന്റെ സഞ്ചാരപാത നിലവിൽ നിരീക്ഷിച്ചു വരികയാണ് നാസ. ഭൂമിക്ക് ഭീഷണിയാവാൻ സാധ്യത കുറവാണെങ്കിലും നാസ കനത്ത ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇത് നിരീക്ഷിക്കുന്നത്. 720 അടി വ്യാസമുള്ള ചിഹ്നഗ്രഹമാണ് ഇത്. മണിക്കൂറിൽ 25,000 മൈൽ വേഗത്തിലാണ് ഇതിന്റെ സഞ്ചാരം. ഭൂമിക്ക് ഏറ്റവും അടുത്തെത്തുമ്പോൾ പോലും 6,20,000 മൈൽ അകലമുണ്ടാകും. ഈ ചിഹ്നഗ്രഹവും ഭൂമിയും തമ്മിലാണ് 6,20,000 മൈൽ അകലം വരുന്നത്. ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള അകലത്തിന്റെ 2.6 ഇരട്ടി വരും ഈ അകലം. എങ്കിലും 2024 ON എന്ന ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപാതയിൽ വരുന്ന ഒരു നേരിയ വ്യത്യാസം പോലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഭൂമിക്ക് സൃഷ്ടിക്കും എന്നതിനാൽ തന്നെ നാസ കടുത്ത ജാഗ്രതയിലാണ്. സത്യത്തിൽ എന്താണ് ഈ ചിഹ്നഗ്രഹം? അത് ഭൂമിയിൽ പതിച്ചാൽ വംശനാശം സംഭവിക്കുമോ? അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. എന്താണ് ചിഹ്നഗ്രഹം എന്ന് നോക്കാം. അത് ഭൂമിയിൽ പതിച്ചാൽ ഉണ്ടാകുന്ന സംഭവവികാസങ്ങൾ എന്താണെന്ന് നോക്കാം. സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഉൽക്കകളെക്കാൾ വലുതുമായ വസ്തുക്കളെയാണ് ചിഹ്നഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നത്. ഭൂമിയിലെ ഒരു നഗരത്തോളം വലുപ്പം മാത്രമേ ഈ ചിഹ്നഗ്രഹത്തിന് ഉണ്ടാകൂ. പക്ഷേ വന്നിടിച്ചാൽ സംഭവിക്കുന്ന സംഭവവികാസങ്ങൾ വലുതാണ്. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള ചിഹ്നഗ്രഹ വലയത്തിലാണ് ഭൂരിഭാഗം ചിഹ്നഗ്രഹങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ദൂരദർശിനികളിലൂടെ നോക്കുമ്പോൾ ഒരു പ്രകാശ കേന്ദ്രമായാണ് ഇവയെ കാണുന്നത്. ഉരുണ്ടതും നീളമുള്ളതുമായ പല രൂപത്തിൽ ചിഹ്നഗ്രഹങ്ങളെ കാണാം. ചിഹ്നഗ്രഹത്തെക്കുറിച്ചുള്ള പഠനം ഭൂമിയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള അറിവുകൾക്ക് സഹായകരമാകും. ഭൂമിയിൽ കൂട്ടിയിടിച്ച് വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാനും ചിഹ്നഗ്രഹത്തിന് സാധിക്കും. 1908 ജൂൺ 30 റഷ്യയിലെ സൈബീരിയൻ തുൻഗസ്ക വനം പ്രദേശത്ത് ചിഹ്നഗ്രഹം പതിച്ചുണ്ടായ അപകടം ഇതിന് പ്രധാന ഉദാഹരണമാണ്. 2 മെഗാൾട്ടൺ ശക്തിയുള്ള ആ സ്ഫോടനത്തിൽ ഈ തുൻഗസ്ക വനപ്രദേശത്തെ 2150 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തെ 8 കോടിയോളം മരങ്ങളാണ് നിലംപരിശാക്കിയത്. സ്ഫോടനത്തിന്റെ തരംഗങ്ങളും ഉഷ്ണതരംഗവും കിലോമീറ്ററുകളോളം സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. ചിഹ്നഗ്രഹങ്ങൾ മറ്റ് ഗ്രഹങ്ങളുമായി കൂട്ടിയിടിക്കുന്നത് സാധാരണ സംഭവിക്കാറുള്ളതാണ്. എന്നാൽ ഭൂമിയിൽ ദിനോസറുകൾക്കും വംശനാശം സംഭവിക്കാൻ പ്രധാന കാരണം സമാനമായ ഒരു കൂട്ടിയിടിയാണെന്നാണ് അനുമാനം. അപ്പോഫീസ് എന്ന ചിഹ്നഗ്രഹമാണ് ഇപ്പോൾ ഭൂമിക്ക് ഭീഷണി ഉയർത്തി വന്നുകൊണ്ടിരിക്കുന്നത്. അത്യന്തം അപകടകാരിയായ ഈ ചിഹ്നഗ്രഹം 2029 ഏപ്രിൽ 13 2036 ഭൂമിക്ക് തൊട്ടടുത്തെത്തുമെന്നാണ് ISRO ചെയർമാൻ പറയുന്നത്. എന്നാൽ കണക്കുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് പ്രവചനം അപ്പാടെ പാലിച്ചുകൊണ്ട് ഈ സെപ്റ്റംബർ 15 നാളെയും ഈ ചിഹ്നഗ്രഹം ഭൂമിക്ക് അടുത്തുകൂടി വരികയാണ്. 370 മീറ്റർ വ്യാസമാണ് അപ്പോഫീസിനുള്ളത്. 72% ഭൂമിയുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യത. കൂട്ടിയിടിച്ചാൽ ഭൂമിയിൽ മനുഷ്യവംശത്തെ തന്നെ ഇല്ലാതെയാക്കുമെന്നും ISRO ചെയർമാൻ പറയുന്നു. ചിഹ്നഗ്രഹങ്ങളെക്കുറിച്ച് വിവിധ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികൾ പഠനം നടത്താറുണ്ട്. ബഹിരാകാശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപാതം മാറ്റാനാകുമോ എന്ന് പരീക്ഷിക്കാൻ നാസ വിക്ഷേപിച്ച പേടകമാണ് ഈ ടാർഡ്. ഭൂമിക്ക് ഭീഷണി സൃഷ്ടിക്കുവാനുള്ള ചിഹ്നഗ്രഹങ്ങളെ ഇത്തരം പ്രതിരോധ മാർഗങ്ങളിലൂടെ വഴിതിരിച്ചു വിടാനാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം തേടിക്കൊണ്ടിരിക്കുകയാണ് ശാസ്ത്രലോകം. പ്രപഞ്ച ശക്തികളെ ശാസ്ത്രം കൊണ്ട് അതിജീവിക്കാനുള്ള മനുഷ്യന്റെ ശേഷി കാലം തെളിയിച്ചതാണ്. ചിഹ്നഗ്രഹത്തെയും ശാസ്ത്രം മിരുക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും നാസയുടെ കാലിഫോർണിയയിലുള്ള ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയാണ് 2024 ഓൺ എന്ന ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപാത പിന്തുടരുന്നത്. ഇതിനായി അത്യാധുനിക ഒപ്റ്റിക്കൽ ടെലസ്കോപ്പുകളും റഡാറുകളും ഉപയോഗിക്കുന്നുണ്ട്. 2024 ഓണിന്റെ വലിപ്പം, ആകൃതി, ഘടന തുടങ്ങിയവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ഇതുവഴി ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിക്ക് കഴിയും. 2024 ഓണിനെ കുറിച്ച് പഠിക്കുന്നതിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസിയും വിവിധ സർവകലാശാലകളും നാസയുമായി സഹകരിക്കുന്നുമുണ്ട്.
എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഈ സെപ്റ്റംബർ 15 പിറക്കാൻ. കേരളം തിരുവോണം ആഘോഷിക്കുമ്പോൾ ലോകത്ത് ഈ ഭൂമിയിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നാസയും ISROയും.